എന്നെ ഈ പേര് വിളിച്ച് കളിയാക്കിയതേ ഉള്ളൂ. പിന്നെ വാഴ എന്ന് പറയുന്നത് ഒന്നും കളയാൻ ഇല്ലാത്തൊരു ചെടിയാണ്. അങ്ങനെയല്ല, വാഴ എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. ബിക്കോസ് വാഴ ഇസ് വെരി ടെക്നോളജി. ഒരു കമ്പനി എടുത്ത ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും ജോലി ചെയ്യുന്നത്. അങ്ങനത്തെ കമ്പനി നീ നോക്കി പോകുന്നോണ്ടോ? ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവനിപ്പോ ഈ താടിയിലേക്ക് പിടിച്ചിരുന്നപ്പോഴേ ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ കണ്ടിരിക്കുക. എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കിന് താടി തടയും. ഇവൻ തടയപ്പോ എനിക്ക് മനസ്സിലായതൊരു കാര്യം. എന്താ പാവാട പോലെ പിടിച്ചിരിക്കുന്നത്, പാന്റ് പോലും പാന്റ് പിടിച്ചിരിക്കണ്ടേ. അതായത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഭയങ്കര ഘനഗംഭീരമായ ശബ്ദമുള്ള ആൺകുട്ടികളോട് പെണ്ണെ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്ന് സ്ക്രിപ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ, നീ ഡയറക്റ്റ് ചെയ്യും പറഞ്ഞപ്പോ എന്ത് സത്യം ഹാഷിർ. ആ പേര് എനിക്ക് അങ്ങ് വരുന്നില്ല. ഭീകരനാണോ? ഭീകരൻ കൊട്ടും ഭീകരൻ. 1000 കമന്റ് ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം വായിച്ചാൽ തന്നെ പേര് പിടിക്കും. ഞാൻ ഇങ്ങനെ പോയി ഞാൻ തളർന്നങ്ങ് പോയി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? നിങ്ങൾ വീണ്ടും പോയി. ഞാൻ വെറുതെ മിസ്റ്റർ സുരേഷ് കവേ വിളിച്ചു. പുള്ളി ഇങ്ങനെ തിരിച്ചു വിളിച്ചു. ഇതാ ഈ സാധനം ആ കമ്പി കയറി കുത്തി അന്ന് സുരേഷ് ഞാൻ ഇങ്ങനെ ഈ കഥ ഫുള്ള് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു. ഇപ്പം മനസ്സിലായോ ദൈവം കൂടെ ഉണ്ടെന്ന്? എന്റെ കൂടെ ഒരു അമേസിംഗ് ബഞ്ച് ഓഫ് ഗസ്റ്റ് ആണ് ഉള്ളത്. വാഴ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് എന്നോടൊപ്പം നമ്മുടെ സ്വന്തം അസീസൊക്കെ ഉണ്ട്, കോട്ടയം നസീറൊക്കെ ഉണ്ട്, അമിത് ഉണ്ട്, ആൻഡ് ആനന്ദ് ചേട്ടനുണ്ട്, ദ ഡയറക്ടർ. ഹലോ, എല്ലാവർക്കും വെൽക്കം. ഞാൻ ആക്ച്വലി ഇത് ഇൻട്രോ പറയുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതായത് കുറച്ച് നാളായി ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇന്റർവ്യൂ എടുത്തിട്ട് 2 മാസം. ഇപ്പൊ ഈ 2 മാസം ഞാൻ വീട്ടിൽ ഇരിക്കാൻ നേരം ഇന്നലെ ഒരു ത്രഷ് ഹോൾഡ് എത്തിയപ്പോൾ എന്റെ വീട്ടുകാർ, എന്റെ അനിയൻ എന്നെ ഈ പേര് വിളിച്ച് കളിയാക്കിയതേ ഉള്ളൂ. നിനക്കിത് പണിക്കൊന്നും പോലെ കുറെ നാളായല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പം ആക്ച്വലി വാട്ട് ഡു യു ഗൈസ് മീൻ ബൈ ദിസ് പേര് വാഴ? ഞാൻ ആ ട്രെയിലറിൽ കണ്ടിരുന്നു. എന്തിനാ പഠിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, പഠിപ്പിക്കുന്നത് എന്തിനാന്ന് മാതാപിതാക്കൾക്കും അറിയില്ല. വേറൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറയുവാണെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ലേ? പ്ലാന്റ് ആണ് വാഴ. അതെന്താണ്, എങ്ങനെയാണ് ഇപ്പൊ പൊതുവെ നമ്മുടെ സോഷ്യലി ഇപ്പൊ തന്നെ മീനാക്ഷി പറഞ്ഞല്ലോ, ഇപ്പൊ അനിയൻ അങ്ങനെ വിളിച്ചു എന്നുള്ളത് അത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട് വിളിക്കുകയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ സിനിമയിലും കൂടെ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. ഇന്നലെ വാഴ എന്ന് വിളി കേട്ട ഞാൻ ഇന്റർവ്യൂസിലേക്ക് തിരിച്ചു വരികയാണ്. വാഴ എന്ന ചിത്രത്തിന് ഇന്റർവ്യൂ എടുത്തോണ്ട് പഴയ ആൾക്കാർ അങ്ങനെ പറയണത് വാഴ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈഡിലാണ് അവര് പറയണത്. പക്ഷെ നമ്മൾ അതിനെ എന്തോ ഒരു നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലേ? കാര്യം ഇവന് പകരം ഇവന് ജന്മം കൊടുത്ത സമയത്ത് ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. കാരണം എന്താ പറയുക, ഈ വാഴയുടെ ഒരു കൊല വരുന്ന ടൈം എന്ന് വെച്ചാൽ 9 മാസം. 7 മാസം 9 മാസം കൊണ്ടാണ് ഒരു കൊല വരുന്നത്. അങ്ങനെയുണ്ടല്ലേ? അത് മനുഷ്യനിൽ 9 മാസം. പിന്നെ വാഴ എന്ന് പറയുന്നത് ഒന്നും കളയാൻ ഇല്ലാത്തൊരു ചെടിയാണ്. അത് ശരിക്കും പോസിറ്റീവായിട്ടാണ് പറയണത്. പക്ഷെ നമ്മളെന്തോ അതിനെ നെഗറ്റീവായിട്ട് എന്തോ വാഴ ഒരു വൃത്തികെട്ട സാധനം പോലെ. അങ്ങനെയല്ല, വാഴ എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. ബിക്കോസ് വാഴ ഇസ് വെരി യൂസ്ഫുൾ. എനിവേ, ഈ സിനിമയെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്, ഈ വാഴ എന്ന് പറയുന്ന ചിത്രം ഒരു ഹ്യൂമർ പാക്ക് ആയിട്ടുള്ള ഒരു ഫിലിം ആണെങ്കിലും ഇറ്റ് ഈസ് ഡിസ്കസിങ് അബൌട്ട് എ ഫ്യൂ പ്രോബ്ലംസ് ദാറ്റ് മെൻ ഫേസ്. ആൺകുട്ടികൾ സമൂഹത്തില് എന്താണ് പ്രതിനിധീകരിക്കേണ്ടി വരുന്ന ആ ഒരു പ്രശ്നത്തെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പടമാണെന്ന്. അപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത് 4 പുരുഷ രത്നങ്ങളാണ്. ചോദിക്കട്ടെ, എന്താണ് ആണുങ്ങൾ ആക്ച്വലി ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലം ചേട്ടാ? നിങ്ങളുടെയൊക്കെ ഒരു യൂത്തിലായിരിക്കും, ഇവരൊക്കെ ഇപ്പൊ സെറ്റിൽഡ് ആയി, നമ്മളൊക്കെ ഇപ്പൊ വരുന്നേ ഉള്ളൂ അല്ലേ? ആണുങ്ങൾ മാത്രമായിക്കില്ല, ആണുങ്ങൾ മാത്രമല്ല. ഇപ്പൊ നേരത്തെ നീ പറഞ്ഞ തന്നെ നമ്മൾ ഓരോ സ്റ്റേജസ് ആണ്. ഒരു സ്റ്റേജിൽ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ജോലി കിട്ടാൻ ഒരു കാലതാമസം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോ പെർട്ടിക്കുലർലി എന്താണ് ആസ്പയർ ചെയ്യുന്ന ആ ഫീൽഡിലോട്ട് പോകാൻ അതിൻ്റെതായ സ്ട്രഗിളിങ് കാര്യങ്ങൾ ഒരു ടൈം പീരീഡും എല്ലാം എടുക്കാം. അതെല്ലാം കൊണ്ടായിരിക്കാം ചിലപ്പോ അതൊക്കെ ആയിരിക്കാം ഡിസ്കസ് ചെയ്യുന്നത്. പഴയ കാലത്ത് ഈ ജോലി ചെയ്യുന്നത് പുരുഷന്മാരാണല്ലോ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുടുംബിനിയായിട്ട് ജീവിക്കുന്നു അല്ലേ, അതാണ് അവരുടെ റോൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ സ്ഥാനം വഹിക്കേണ്ട ഒരാളാണ് പുരുഷൻ എന്ന ഒരു കൺസെപ്റ്റ് ജോലി ചെയ്യേണ്ട ഒരാൾ. അപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലെ ഉഴപ്പി തല്ലി പോകാതെ കൃത്യമായിട്ട് പഠിച്ച് ഒരു ജോലി കണ്ടെത്തി പോകണം എന്നുള്ള ഒരു ഇതായിരിക്കും ഉദ്ദേശിക്കണമെങ്കിൽ തോന്നുന്നു. ആ ഒരു പ്രഷർ ഭയങ്കര കോൺസ്റ്റന്റ്ലി വരുന്ന ആ കാലത്ത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്ത്രീകള്
വളരെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അവരുടേതായ സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു കമ്പനി എടുത്ത ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും ജോലി ചെയ്യുന്നത്. ശരിയാണ്, ഇന്നത്തെ കാലത്ത് അതാണ്. അങ്ങനത്തെ കമ്പനി നോക്കി പോകുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയിൽ ഞാൻ സ്ത്രീകളുടെ കമ്പനികളെ കൂട്ടുകൊടുക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ കാണുന്നല്ലേ. ആണ്, ആയിരിക്കും. കാരണം ഇവരോട് പോയാൽ ഞാൻ നശിക്കും. ഓൺലി ഗുഡ് കമ്പനീസ്. സത്യം, ഞങ്ങളോടൊന്ന് ഇവ നശിക്കും, ഇവനോട് പോയി അവർ നശിക്കും. അതാണ് ഉദ്ദേശിച്ചത്. അല്ല, എന്നാലും ഈ ഒരു അവസരത്തിൽ ഞാൻ അസീസിക്കാൻ്റെ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നെറ്റിൽ കണ്ടിരുന്നു. അസീസിക്ക അമ്മ ആൻഡ് സിസ്റ്റർ നിൽക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് പിക്ചർ അസീസിക്ക ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചെരുപ്പിലേക്കൊക്കെ നോക്കിയിരുന്നു. അപ്പം ഇങ്ങനെ പൊട്ടാറായിട്ടുള്ള ഒരു ചെരുപ്പൊക്കെയാണ് ഇട്ടുള്ളത്. ആൻഡ് റീസൺ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയും ഇപ്പൊ കാൻസ് വരെ എത്തി നിൽക്കുകയാണ് മൂപ്പര് അല്ലേ. അപ്പം ഐ റിയലി ഫൗണ്ട് ദാറ്റ് സോ അമേസിങ്. ആക്ച്വലി അതിന് അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, എടി ഇത് നോക്കടി, ഇയാളുടെയൊക്കെ ലെവലേ മാറിപ്പോയില്ലേ, എന്തോ ഒരു ഭാഗ്യം പറഞ്ഞു. എൻ്റെ മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, കെൻ യു കോൾ ഇറ്റ് ഭാഗ്യം ഓർ ഹാർഡ് വർക്ക്? എന്താണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരും പുറത്തുണ്ട്, ഇഷ്ടം പോലും ഉണ്ട്. ഭാഗ്യം എന്ന് പറയുന്നതും ഒരു സംഭവമാണ്. ഈ ഭാഗ്യം നമ്മളിലേക്ക് വരണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവം ഭാഗ്യം കൊണ്ട് തരുകയുള്ളൂ. നമുക്കൊരു വിളക്ക് തരും, അത് കത്തിച്ച് കയറി പോവുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല. അല്ലാതെ വെറുതെ ഉറങ്ങിക്കിടന്ന നമ്മളുടെ ഒരു നാളെ സിനിമ അഭിനയിക്കാം എന്നാലും വിളിച്ചിട്ട് ഇന്ന് വരെ പോയിട്ടില്ല. അത് ഇതിന്റെ പുറകെ ഉള്ള കഠിന പ്രയത്നം തന്നെയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ അല്ല, ഇവനിപ്പോ ഈ താടിയിലേക്ക് പിടിച്ചോണ്ടേ ഈ ബുദ്ധിജീവികൾ നമ്മൾ കണ്ടിരിക്കുക എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും താടി തടയും. എനിക്ക് മനസ്സിലായതൊരു കാര്യം ഞാനിങ്ങനെ കൊണ്ടുവന്ന് കാൻസർ എത്തിച്ചു കൊണ്ടെന്നാണ്. പക്ഷെ ഞാൻ കാലിനിട്ട് ചവിട്ടിയാണ്. അല്ല, ഐ ഷോ യു ദാറ്റ് പിക്ചർ. ഇതായിരുന്നു കേട്ടോ ആ ഫോട്ടോ. ആ ചെരുപ്പ് എന്റേതാണെന്ന് പോലും എനിക്കറിയില്ല. അത് എന്താണ് അന്നത്തെ ഒരു പാന്റ് പോലും പാന്റ് പിടിച്ചിരിക്കണ്ടേ? പാന്റ് എന്താ പാവാട പോലെ പിടിച്ചിരിക്കുന്നത്? അത് ഞാൻ വരില്ല, അന്നത്തെ കുട്ടിക്കാലല്ലേ. അത് അന്ന് ഇങ്ങനെ ഒരു നടനാവണം എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. ഈ പ്രായത്തിലൊന്നും ഒന്നുമില്ല. അമ്മയും അനിയത്തേക്ക് ഇപ്പൊ എന്ത് പറയുന്നു ചേച്ചിയൊക്കെ ഈ ഒരു ഗ്രോത്ത് ഒക്കെ കണ്ട്? അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ആരാണെന്ന്. അല്ലെ, അവർക്ക് ഈ കാൻസറിന്റെ ഇതൊക്കെ പറയുമ്പോ അവർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് പോലും ക്യാൻസർ എന്താണെന്ന് അറിഞ്ഞൂടായിരുന്നു. എല്ലാരും പിടിച്ചിട്ടാണ് കണ്ണൂർ സ്ക്വാഡ് ഒന്ന് കൊണ്ട് കാണിക്കാൻ അമ്മയല്ലേ. അവര് ഇങ്ങനെയാണെങ്കിലും ചേച്ചിയൊക്കെ ഓക്കെ കുറച്ച് ഓർത്തഡോക്സ് അല്ലേ? ആണോ? അല്ലല്ല, അവർക്ക് ഇങ്ങനെ പോയി താല്പര്യം ഇഷ്ടമില്ല സിനിമ കാണാനാ. അവരിങ്ങനെ തിയേറ്റർ, പക്ഷെ സിനിമ ടി.വിയിൽ സിനിമ കാണും. കണ്ണൂർ സ്ക്വാഡൊക്കെ കണ്ടത് ഏഷ്യാനെറ്റ് ചാനലിലാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലണം, അവർ ഇങ്ങോട്ട് വരൂല. വരത്തില്ല, അങ്ങോട്ട് കാണിക്കണം, നമ്മൾ അവരെ അടുത്ത് പോകണം. എന്തൊക്കെ ചെയ്താലും തിയേറ്ററിൽ വരത്തുന്നില്ല. അമ്മ ഇങ്ങനെ സിനിമ ഉണ്ട് വന്ന് എന്തുമാത്രം നിർബന്ധിച്ചെന്നറിയോ, അപ്പൊ നമുക്ക് പോയി കാണാം. അതൊക്കെ എൻ്റെ അമ്മച്ചി. എൻ്റെ ഒരു സിനിമ ഇറങ്ങിയ, എൻ്റെ സിനിമ എന്നല്ല, സിനിമ കാണാൻ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കൊണ്ടുപോകും. അയ്യോളാ, ദാറ്റ്സ് സോ സ്വീറ്റ്. എനിവേ, അപ്പം ഇപ്പോഴും വീട്ടുകാർ ചേട്ടന്റെ ആ ഒരു സ്റ്റാർഡം തിരിച്ചറിഞ്ഞിട്ടില്ല, ഇത്ര വലിയ ആളാണ് മകൻ എന്നുള്ളൊരു. അത് നാട്ടുകാര് അവർക്കറിയാം ഇവൻ എന്തോ ഒരു സാധനമാണ്. എവിടെയെങ്കിലും കൊണ്ട് കാറിലൊക്കെ പോകുമ്പോഴും ആൾക്കാർ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ എന്തൊരു ഫോട്ടോ. ഞാൻ കല്യാണത്തിലൊക്കെ അമ്മച്ചിയെ കൊണ്ട് പോലും ഈ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അമ്മച്ചി കണ്ടു ഇവരൊക്കെ എന്നാ കണ്ടാണ് അതിന്റെ കൂടെ ഫോട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇത്ര വലിയ നടന്മാരാണ്, നമ്മമാർക്ക് അവർക്കിപ്പോ നമ്മളിനി എത്ര വലിയ നടനായാലും അവരുടെ മകനെ ഏതോ ഒരു ഇന്റർവ്യൂല് മമ്മൂക്കാരുടെ ഉമ്മാരുടെ അടുത്ത് ഇന്റർവ്യൂ ആരും അറിയോ, സിനിമയിലൊക്കെ ഉണ്ട്, അറിയാം അത് മമ്മൂക്കാരുടെ ഉമ്മ പറയുന്ന ഒരു സാധനമുണ്ട്. അതുപോലെ അല്ല ഞാൻ പറഞ്ഞത് അവരെ സംബന്ധിച്ചുള്ള അതൊരു എക്സൈറ്റ്മെന്റ് അല്ല, സന്തോഷമുണ്ട് അവർക്ക്. മകനെ കാണുന്നു, മകൻ ഇങ്ങനെ അറിയപ്പെടുന്നു, അവനെ കാണുമ്പോൾ ആൾക്കാർ കൂടുന്നു, ഫോട്ടോ എടുക്കുന്നു, കുശലങ്ങൾ ചോദിക്കുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു ഒക്കെ കാണുമ്പോൾ അവർക്ക് അതറിയാം. പക്ഷെ ഇത് നമ്മളെ കുത്താൻ വേണ്ടി പറയുന്നതാ. നമ്മൾ ഒത്തിരി വളരുന്ന അറിയുമ്പോ അതെ അത്രയും എന്താ പറയാ ഉയരങ്ങളിലേക്ക് പോകുമ്പോ അല്ലേ ചെറുതായിട്ടൊരു റിമൈൻഡർ സ്റ്റേ റൂട്ടിടുന്ന. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിളിൽ വായിച്ചതായിരുന്നു, പണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമേന്റെ ഷൂട്ടിങ് കാണാൻ അസിസുക്ക ഒരു മതിലിൽ കയറി നിന്നു, അവിടെ നിന്ന് ഒരു ഉന്ത് കൊണ്ട് താഴേക്ക് വീണു സുരേഷ് ഗോപി സാറിനെ കാണാനായിട്ട്. അതെ അത് കമ്മീഷണർ ഷൂട്ടിന്റെ, അത് നമ്മുടെ എൻ്റെ വീടിന്റെ മണക്കട ആബ്ദീൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിന്റെ വീട്ടിൽ.
അപ്പോൾ അവിടെ ആ മതിലിൻ്റെ മേളിൽ ഈ കമ്പിയിൽ ഇങ്ങനെ കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ശൂലം പോലെ കുത്തി കുത്തി വെച്ചിട്ടുള്ള സംഭവം. 7 മണിക്ക് രാവിലെ 7 മണിക്ക് വന്ന് നിൽക്കുക. അപ്പോൾ സുരേഷ് ഏട്ടൻ ചിത്ര ചേച്ചിയുടെ സീനിൻ്റെ അഴകേണ്ടി ആ മയങ്ങൊന്ന് വിചാരിച്ചേടി ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ വീട്ടിലാണ്. പുള്ളി അകത്ത് കയറിപ്പോയി. വൈകുന്നേരം 2-1.5 മണി വരെ അവിടെ നിൽക്കണം. ജനപ്രവാഹം. ബ്രേക്ക് സമയത്താണ് ആ യൂണിഫോം ഇട്ടിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വെറുതെ മിസ്റ്റർ സുരേഷ് കവേ വിളിച്ചു. പുള്ളി ഇങ്ങനെ ജനം വിളിച്ചു. ഇതാ ഈ സാധനം ആ കമ്പി കയറി കുത്തി അന്ന് ഷർട്ടല്ല എന്റെ കയ്യിൽ. അമേരിക്കൻ ഷോയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് സുരേഷ് ഏട്ടൻ എൻ്റെ അടുത്തിരിക്കുക ചെയറിൽ. അപ്പൊ സുരേഷ് ഏട്ടൻ ഞാൻ ഇങ്ങനെ ഈ കഥ ഫുള്ള് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു. സുരേഷ് ഏട്ടൻ അന്ന് മുറിഞ്ഞതാണ്. അപ്പൊ പുള്ളി ആ എത്തുന്നു വരെ എൻ്റെ കയ്യിൽ ഇപ്പം മനസ്സിലായോ ദൈവം കൂടെ ഉണ്ടെന്ന്. ഏത് കൈ മുറിഞ്ഞാനോ? യാത്ര ചെയ്യാൻ പറ്റില്ലേ? പുള്ളിയുടെ ഷോ ചെയ്യുന്നു, പുള്ളിയുടെ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പം ദൈവമുണ്ട്. കാരണം ഒരു നേരം കാണാൻ വേണ്ടി പോലും പറ്റാത്ത ആ അവസ്ഥയിൽ നിന്ന് അല്ലേ. ഇതേപോലെ തന്നെ അവർക്കും ഉണ്ട് കഥ പറയാൻ. അതെ അതെ. ഇനി അടുത്ത തലമുറയും ഇപ്പൊ നമ്മളുടെ ഒപ്പം വേറെ തലമുറയും അത് പറയും. ഇങ്ങനെ ഒരു റോളിങ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എനിക്ക് നസീറിക്കൊക്കെ അതേപോലെ ഒരു കഥ എന്തായാലും ഷെയർ ചെയ്യാനുണ്ടാവും. ഇല്ല, അവരെല്ലാം സമയപ്രായക്കാരല്ലേ. അപ്പൊ ഞങ്ങളിപ്പോ തിക്കുറിശി മാമനൊക്കെ ആയിട്ടുള്ള സന്തോഷമായില്ലടാ. ഇവരെപ്പോഴും ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക്, ഗിവ് ആൻഡ് ടേക്ക്. ഞങ്ങളതൊരു രസം. നമ്മളിവിടെ വന്ന് ഭയങ്കര ശ്വാസം റൂമിൽ വന്നോണ്ട് ഇടി ശ്വാസം പിടിച്ചിരുന്നു ഇവിടെ വന്നിരുന്നിട്ട് പറയണ്ട. നമ്മളെ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ചിരിച്ച് പിന്നെ ഇരിക്കുന്നത് കാണാൻ. അതെ അതെ, തീർച്ചയായിട്ടും. ഇനി കുറച്ചു നേരം ഞാൻ ഡയറക്ടറിലേക്ക് കുറച്ചു നേരമല്ല കുറെ നേരം സത്യം പറഞ്ഞുണ്ടല്ലോ. അമിത ഞാനും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കുറെ വർഷങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അതെ. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് ആ കൊച്ചിന്റെ കുട്ടിയുടെ പേരെന്താ ഞങ്ങൾ എടുത്ത് പേരെന്താ അല്ല ഞാൻ അതെ. അപ്പൊ ഇത്രയും യങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ സുഹൃത്തുവലയത്തിലുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. നസീർക്ക ആദ്യത്തെ പടം ചെയ്യുമ്പോൾ 24 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 29. ഈ സോ യങ്. അപ്പം ആനന്ദിനെ നോക്കരുത്, നോക്കാതെ ആ മൈക്ക് ആക്ഷൻ. ഓ സീരിയസ് ആണ്. പക്ഷെ ജോഷി സാർ വന്നു ചേട്ടാ ചേട്ടാ അങ്ങനെ ചേട്ടാ ചേട്ടാ അത് മനസ്സിലാക്കുക. ഓക്കെ 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 ആ തരാം. കാക്ക ചെവി മാത്രം ഒരു ബോംബ ഡയറക്ടർ അടുത്ത് വരുമ്പോഴാണ് അതായത് ശരീരത്തിനേക്കാളും വലിയ ശബ്ദം എന്ന് പറയാറുണ്ട്. അത് പൊതുവെ ഇവരെല്ലാരും ട്രോളുന്ന പരിപാടിയാണ്. അല്ല, ഞാനൊരു കോംപ്ലിമെന്റ് തരാം. അതായത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഭയങ്കര ഘനഗംഭീരമായ ശബ്ദമുള്ള ആൺകുട്ടികളോട് ഒരു പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. ഞാൻ നിങ്ങളൊക്കെ ഇത് സീനിയേഴ്സ് തിക്കുറിശി ഞാൻ എവിടെ ചേട്ടാ. എന്നാലും നോ അപ്പം ഈ സിനിമ ഒരു ഹ്യൂമർ പാക്ഡ് ആയിട്ടുള്ള ഫിലിമാണ് ആസ് ഐ സെഡ് ബിഫോർ. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഇതിങ്ങനെ ഡയറക്ടറിന്റെ ബയോഗ്രഫി നോക്കിയപ്പോ ആദ്യത്തെ പടം ഗൗതമന്റെ രഥം എഴുതുകയും ഡയറക്ട് ചെയ്യുകയും ചെയ്തു. ബട്ട് ദിസ് വൺ വിപിൻ ചേട്ടനാണ് എഴുതിയിരിക്കുന്നത്, അത് ഡയറക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സോ വൈ സച്ച് എ ഡിസിഷൻ? നല്ല ഡിസിഷൻ അല്ലേ? അതായത് നമ്മൾ എഴുതുമ്പോ ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ എഴുതുമ്പോ നമ്മൾക്ക് അതിന്റെ A to Z നമ്മളുടെ സോൾ തലയും എല്ലാം അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് വേറൊരാളുടെ ഒരു സബ്ജക്ട് എടുത്ത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ ചലഞ്ചാണ് ശരിക്കും എടുക്കുന്നത്. പ്രത്യേകിച്ച് വിപിൻ ചേട്ടനെ പോലെ ഒരാളുടെ സബ്ജക്ട് എടുക്കുമ്പോൾ. കാരണം വിപിൻ ചേട്ടൻ ഇത് ഓൾറെഡി ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്നൊരു സബ്ജക്റ്റാണ്. അപ്പം അത് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആണ്. ഞാൻ വിപിൻ ചേട്ടനോട് റെസ്പോൺസിബിൾ ആണ്, ഈ സിനിമയോട് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ എഴുതിയത് തന്നെ അല്ലാതെ വേറൊരു ആൾ എഴുതിയത് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്.
കാരണം ഇതിപ്പോ ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് എല്ലാ ഷോർട്സും പരിപാടികളും ഈ ക്യാരക്ടർ ഗ്രാഫും എല്ലാം എന്റെ തലയിൽ കൂടെ തന്നെ പോകുന്നത് പോലെയല്ല. ഞാനും ബിപിൻ ചേട്ടനും ഒരു ലൈനിലേക്ക് എത്തണം. ഞങ്ങള് പാരലായിട്ട് നീങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ ഒരേ ലൈനിൽ കൂടെ തന്നെ ട്രാവൽ ചെയ്താലേ എനിക്ക് അത് കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആണ് ഞാൻ അത് എന്റെ ഡിസിഷൻ ആയിരുന്നില്ല. വാഴ ഞാൻ അങ്ങനെയല്ല, ബിപിൻ ചേട്ടൻ എനിക്ക് തന്നാണ്. അങ്ങനെയാണ് ഞാനായിട്ട് അങ്ങനെ എന്നെ ബിപിൻ ചേട്ടൻ വിളിക്കുന്നത് വാഴ നമ്മളിപ്പോ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ എന്റെ തോട്ട് പ്രോസസ്സിൽ പോകുന്നത് എന്നെ അന്താക്ഷരിയിലേക്ക് ഇതേപോലെ പെട്ടെന്ന് വിളിച്ചിട്ട് നീ വന്നൊന്ന് അഭിനയിക്കും എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സാധനം ഉണ്ടെന്ന്. അപ്പൊ എന്റെയും തോട്ട് പ്രോസസ്സ് അത് തന്നെയാണ്, അഭിനയിക്കാൻ വിളിക്കാന്നുള്ളത്. അതെ, ഞാനും അമിത്തേണ്ണൊക്കെ അഭിനയിക്കാൻ പോവാണെന്നാണ് എന്റെ വിചാരം. അപ്പൊ ഞാൻ എന്താണ്, അമിത് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്ന നമ്മൾ വാഴയില്ലേ, ഞാൻ അന്ന് എഴുതി വെച്ചിരുന്നു, അത് നമുക്കൊന്ന് ചെയ്താലോ, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ എന്നെ അഭിനയിക്കാനാണ് ഏതോ റോളൊന്നും ചോദിച്ചില്ല. എല്ലാം എന്നെ വിളിക്കുന്നത് ഓട്ടോമാറ്റിക്കലി അതിനെ വിളിക്കാറുള്ളൂ. അഭിനയിക്കുന്ന എന്തെങ്കിലും പരിപാടിക്കാണ് വിളിക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ഏതെങ്കിലും പരിപാടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്ന് സ്ക്രിപ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ, നീ ഡയറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എന്ത് ഒന്നുകൂടെ പറയൂ. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ നീ ഡയറക്റ്റ് ചെയ്യും, ഞാൻ റൈറ്റർ ആയിട്ട് നിൽക്കാം, ഞാൻ പ്രൊഡ്യൂസറായിട്ടും ഞാൻ തന്നെ ഉണ്ടാവും, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞു. അപ്പം കാസ്റ്റിംഗും ഈ പറഞ്ഞ പോലെ ഒരു ഔട്ട്ലൈൻ തന്നു, അമിതേട്ടൻ ഉണ്ടാവും. അപ്പോഴും ആദ്യം ഇവരുടെ കാര്യമൊക്കെയാണ് പറയുന്നത്, അമിതേട്ടൻ, ജോമോൻ, അവരെല്ലാവരും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഒന്ന് പിടിക്കും. അപ്പോഴും ഞാൻ എന്റെ തോട്ട് പ്രോസസ് ഇവരുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്റെ ഡിസിഷൻ അല്ല, എനിക്ക് ബിപിൻ ചേട്ടൻ തന്ന സബ്ജക്റ്റാണ്. ഇപ്പൊ പറഞ്ഞല്ലോ വേറൊരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യുമ്പം കുറച്ചും കൂടെ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പം വിപിൻ ചേട്ടൻ ഒരു റൈറ്റർ ആകുമ്പോൾ, ഇപ്പം റീസെന്റ് നമ്മൾ ഗുരുവായൂരമ്പല നടയിൽ എടുത്ത് നോക്കിക്കോ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതിൽ ഏറ്റവും കോമഡി ഉള്ള സിനിമ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഗുരുവായൂരമ്പല നടയിലാണ്, ഈ റീസെന്റ് റിലീസസിൽ. അപ്പം ഇതിലും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചെറിയ സ്ലാപ്സ്റ്റിക് കോമഡികളും അല്ലേ സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആ ഒരു കോമഡി ചിരി വരുന്ന രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. സോ ഹൗ വാസ് ഇറ്റ്? ഇതില് എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പെർഫോമൻസിൽ ആണ് സിനിമ. സ്ക്രിപ്റ്റ് അപ്പാർട്ട് ഫ്രം സ്ക്രിപ്റ്റ് നിൽക്കുന്ന ഇവരുടെ പെർഫോമൻസിലാണ്. എനിക്ക് ഇവരെയൊക്കെ അറിയാവുന്നതാണ്. ഒരു സീൻ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് അമിത് ചേട്ടൻ എങ്ങനെ ചെയ്യുന്നു, ജോമോൻ എങ്ങനെ ചെയ്യുന്നു, അനുരാജ് എങ്ങനെ ചെയ്യുന്നു, സിജു, സാഫ് എല്ലാവരും എങ്ങനെ ചെയ്യുമെന്നുള്ളത് നമ്മളത് ഇമാജിൻ ചെയ്യും. അപ്പോൾ അതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമർ കംപ്ലീറ്റ്ലി നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇവർ കൂടുതൽ ഇംപ്രവൈസ് ചെയ്ത് തരും. അപ്പൊ എനിക്ക് മോണിറ്ററിന്റെ അവിടെ നിന്ന് ചിരിക്കാന്നുള്ള ജോലിയും അത് പിടിക്കാന്നുള്ള ജോലിയും മാത്രമേ ഉണ്ടായിരുന്നു. മറ്റേ ഘനഗംഭീരമായിട്ട് ആക്ഷനും കെട്ടും പറയുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരുമിച്ച് നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു കംഫർട്ട്സ് ആണ്. ഇപ്പം സിജു ഒരു സാധനം നന്നാ എങ്ങനെയായിരിക്കും സിജു റിയാക്ഷൻ ഇടുന്നത്, ജോമോൻ എങ്ങനെയാ ചെയ്യുക, അതൊക്കെ അമിത്തിന് നന്നായിട്ട് അറിയാം. അപ്പം അത് ഭയങ്കരമായിട്ട് ആ ഒരു വർക്കിംഗ് എൻവയൺമെന്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവർക്കും ഡയറക്ഷൻ ആയാലും ഇപ്പൊ വിജയനായാലും ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസ് ആയാലും എല്ലാവരെയും നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു കംഫർട്ടബിൾ ഒരു സ്പേസിലോട്ടാണ് ഇതിലോട്ട് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് പെർഫോം ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ആണെന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏത് മീറ്റിൽ, അപ്പോൾ അതിനെ ട്രിം ചെയ്ത് അത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും, എന്താണ് പരിപാടി എന്നുള്ള സാധനങ്ങൾ. അതും അത് ഭയങ്കര സുഖമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇവരും എല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? എന്തെങ്കിലും പറ. അവർക്ക് വിട്ടുകൊടുത്തില്ല. അല്ല അവിടെ മറ്റൊരാളുടെ പോസ്റ്റിൽ ഞങ്ങൾ ഗോൾ അടിക്കില്ല. പരിപാടികൾ നമ്മൾ സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പിന്നെ പറഞ്ഞു പോകും. വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഇടപെടില്ല. അലമ്പാണെങ്കിൽ അത് അവരും ഇടപെടുന്നില്ല. അലമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതെന്നാ ഇനി കുറച്ച് നമുക്ക് അലം പറയാം. ഇപ്പൊ ഇതിനകത്ത് നസീർക്ക ഒരു ഡയലോഗ് ചോദിക്കുന്നുണ്ട്, നിന്നെ മറ്റുള്ള പാരന്റ്സ് പറയുന്നവരൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആകാന്ന്. ഹൗ ആർ യു ആസ് എ ഫാദർ ഇൻ റിയൽ ലൈഫ്? എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പിതാവെന്ന നിലയിൽ അങ്ങനെയാണ്. ഇവൻ വിചാരിക്കുന്നത് ഇവനെ പോലെ തന്നെ എനിക്ക് വിവരമില്ലെന്നാ. പക്ഷെ അങ്ങനെയല്ല. ഉപയോഗമുണ്ട്. കാനഡയിൽ പഠിപ്പിക്കാൻ ഉപയോഗമുണ്ട്. ഞാൻ അങ്ങനെ കമ്പൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്റെ മൂത്ത മോൻ കാനഡയിലാണ്, അവിടെ ജോലി ചെയ്യാണ്. ഇപ്പൊ ജോലി ചെയ്യണ മോനുണ്ടോ? എന്താണ് ഞാൻ ഫസ്റ്റ് എന്നെ നിങ്ങൾ അപമാനിക്കുക. അയാൾ +1 കഴിഞ്ഞിട്ട് പോയതാണ്. അതെല്ലാം അയാളുടെ ഡിസിഷനായിരുന്നു.
എനിക്ക് കാനഡ പോയി പഠിക്കണം, ഇന്നതാണ് പഠിക്കേണ്ടത്. അങ്ങനെ അയാൾ തന്നെ കോഴ്സിന് പാസ്സായി, അയാൾ തന്നെ പോയി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് പോയതാണ്. അപ്പം അത്ര നല്ലൊരു എയിമുള്ള ഒരാളെ പിന്നെ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യമില്ലല്ലോ. സിനിമയിലേക്ക് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വരാനായിട്ട് ചാൻസ് ഇല്ല. അതല്ല, അവരത് എൻ്റെ 2 മക്കളും പറയുന്ന ഒരു കാര്യം, ബേസിക്കൽ ആയിട്ടൊരു ജോലി, അത് അടിസ്ഥാന വിദ്യാഭ്യാസവും ഒരു ജോലിക്കുള്ള ഒരു സ്ഥിര വരുമാനം എന്നുള്ളൊരു സാധനം കണ്ടുവച്ചിട്ട് നോക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു ഡിസിഷൻ. അത് നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ബുദ്ധിയുള്ളവരങ്ങ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം വേണമല്ലോ, ഒരു അടിസ്ഥാനമായിട്ട് ഇതെല്ലാം വേണമെന്നേ. അത് ഇതിപ്പം അതില്ലാത്തതുകൊണ്ടാണ് ഇവനിപ്പോ എന്റെ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞത്. അസീസൊക്കെ അങ്ങനെ പഠിച്ചിന്ന ആളാവണം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? പഠിച്ച് എന്നെ ആളാവണം, അല്ല ഇങ്ങനെ ഡോക്ടർ, എഞ്ചിനീയർ, ആഗ്രഹം ഇഷ്ടമുണ്ട്. ഡോക്ടർ അസീസ്. പിന്നെ ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ടീച്ചർമാര് നമ്മൾ എന്താണെന്നോ, സ്ഥിരം നമ്മുടെ ക്ലാസ്സിലുള്ള ടീച്ചറില്ലേ, നമ്മൾ എന്താണെന്നോ ഏതാണെന്നോ ഏത് നിലയിലെത്തുമെന്നോ അവർക്ക് തീർച്ചയായിട്ടും അറിയാം. പെട്ടെന്ന് ഒരു ടീച്ചർ വരും, പുതിയ ടീച്ചർ, എന്റെ പേര് ലീന, എന്താ പേര് അസീസ്, അതെ, എന്താണെന്ന് ആഗ്രഹം, ഡോക്ടറാണ്, ഡോക്ടറാണ്, എന്നിട്ട് പോകും. പിന്നെ അവർക്ക് ഒരാഴ്ച കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ഡോക്ടറാണോ. അപ്പൊ പിന്നെ എഴുതേക്കും ഡോക്ടർ അവൻ. അപ്പൊ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ നീ അന്ന് എന്താവണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ നിലയിലൊക്കെ എത്തും. ഡോക്ടറാണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹിക്കാമല്ലോ. അപ്പൊ ഇത് വളരെ യാദൃശികമായിട്ട് ഈ ഒരു ഫീൽഡിലെത്തിയ ആളാണ്. അല്ല, ആഗ്രഹിച്ചു വന്നാണ്. പിന്നെന്താ ആഗ്രഹം ചോദിച്ചപ്പോ ആക്ടർ ആവണമെന്ന് പറയാൻ പാടില്ലേ? ഓ അങ്ങനെയാണോ? ആ അല്ല, ഞങ്ങളിപ്പോ ഡോക്ടർ എഞ്ചിനീയറിന്റെ അത് പല ഫീൽഡ് മകൻ കാനഡയിലും അതൊക്കെ ഫീൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞത്. ഏറ്റവും നല്ല ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റും. അത് എനിക്ക് ഒരു നടനാവണമെന്നായിരുന്നു എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. ഓക്കെ, സോ കീപ്പിംഗ് അപ്പ് ആറ്റ് ദിസ് വെറ്ററൻ ആക്ടേഴ്സ്. അല്ല പറഞ്ഞു, അതൊക്കെ അവളെന്താ ഞങ്ങൾ വെറ്ററിനെ വിളിച്ചത്? നമ്മളെ വിവരക്കേട് ഈ നമ്മളെ ആൾക്കാർ ശരിക്കും വാഴയെന്ന് വിളിക്കും. നമ്മൾ അപ്പക്കാളാവണം, ഇഷ്ടപ്പെടും. അപ്പക്കാളായ പോലെ എപ്പോഴും കാളയാവുന്നു. അപ്പക്കാളെന്ന് വെച്ചാ എന്താ? അപ്പക്കാളാവും, പിന്നെ കാളയാവില്ല. അതെനിക്കറിയാം, ആ ഒരു അപ്പക്കാളെ എനിക്കറിയാം. ആ, അത് തന്നെ പറഞ്ഞു.